ഇന്ന് ഉത്രാടം സെപ്റ്റംബർ 14, 2024. സമയം 8:30 നൈറ്റാണ്. നൈറ്റ് ഫ്ലൈറ്റിനാണ് നാട്ടിലേക്ക് പോകുന്നത്. കാരണം പല പ്രാവശ്യം പോകണോ പോകണ്ടയോ എന്ന് ആലോചിച്ച് അറ്റ് ലാസ്റ്റ് ഇല്ല, പോകണം, അമ്മയെ പോയി കാണണം എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ട ഒരു യാത്രയായിരുന്നത്. ഓണത്തിൻ്റെ തലേ ദിവസമാണ്. എല്ലാവരും പണ്ട് പറയുന്ന പോലെ ഉത്രാടപ്പാച്ചിലാണ് ഞാനും. അത് എത്രത്തോളം പായേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം. അമ്മയെ കാണണം എന്നുള്ള ഒരു മനസ്സിലൊരു എനിക്ക് എന്താണ് എൻ്റെ മനസ്സിൽ തോന്നുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്. സോ പോണ വഴി അത്രയും ഞാൻ അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തായിരിക്കും എങ്ങനെ ആയിരിക്കുമെന്ന്. ഈ ഫ്ലൈറ്റ്, അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഞാൻ എൻജോയ് ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും ഫ്ലൈറ്റ് മേളിൽ ചെന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റോടെ തന്നെ ഞാൻ നോക്കാറുണ്ട്. ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് എപ്പോഴും തന്നെ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് എസ്പെഷ്യലി ചെന്നൈയിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അത്രയ്ക്കും മനോഹരമാണ് ചെന്നൈ. നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അത്ര സൗന്ദര്യമുള്ളൊരു സിറ്റിയാണ് ചെന്നൈ. നമുക്ക് എത്ര പറഞ്ഞാലും അത് മതി വരില്ല. ഞാൻ കേരളത്തിൽ നിന്ന് തിരിച്ച് ചെന്നൈയിലോട്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും ലാൻഡിങ് ടൈമിൽ അത്രയ്ക്ക് സന്തോഷമാണ് എനിക്ക് എൻ്റെ സ്ഥലം എത്തി എന്നുള്ളത്. ബിക്കോസ് ഇതാണ് എൻ്റെ ഹോം ടൗൺ ചെന്നൈ. എനിക്ക് കൊച്ചിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ എന്താ പറയുക, സ്കൂളിൽ പഠിച്ച ഓർമ്മകളും +2 പഠിച്ച ഓർമ്മകളും മാത്രമുള്ള ഒരു സ്ഥലമാണ്. ബാക്കി മൊത്തം എനിക്ക് ചെന്നൈയിൽ തന്നെയാണ്. പരിചയങ്ങളൊന്നും എനിക്ക് നാട്ടിലെ ആരുമായിട്ടുമില്ല. കൊച്ചിയിൽ ആരുമായിട്ടും എനിക്ക് തേർഡ് പീപ്പിളുമായിട്ട് പരിചയമില്ല. എൻ്റെ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അങ്ങനെ ചെന്നൈയുടെ മേളിൽ നിന്നുള്ള സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞാൻ ഇരുന്നപ്പോഴേക്കും ഫ്ലൈറ്റ് ഏകദേശം ടോപ്പിലേക്ക് എത്താറായി. ഈ കാഴ്ചയുടെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ എവിടെ പോയാലും മേളിലെത്തിക്കഴിഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയാണല്ലേ. അതിനകത്തിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ സൗണ്ടും നിങ്ങൾക്ക് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ പറയൂ. അതുകൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് മ്യൂട്ടാക്കാഞ്ഞത്. ആ ഫീലിംഗ് ഒരു ഫീലിംഗാണ്. ട്രാവൽ ചെയ്തോ ഓഫ്നൈറ്റ് ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇവിടെ നിന്ന് കൊച്ചിയിലേക്കുള്ള ട്രാവലിംഗ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഹേർഡിൽസാണ്. എന്താണെന്ന് വെച്ചാൽ കൊച്ചി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ സീ ലെവലിൻ്റെ മേലിലേക്ക് എത്തി. ബീച്ച് കഴിഞ്ഞു, നമുക്ക് കാണാൻ പറ്റും അവിടെ ലാൻഡ് കഴിഞ്ഞു. നമ്മൾ ചെന്നൈ ക്രോസ് ചെയ്യുവാണ്. ജസ്റ്റ് മേളിൽ കയറി ഞാനൊന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള അർജൻറ്റിലായിരുന്നു. കറക്റ്റ് 8:30 ഷാർപ്പ് 8:30 ടേക്ക് ഓഫ് ചെയ്തു. കറക്റ്റ് 9:45 ലാൻഡ് ചെയ്തു. നല്ല ഫ്ലൈറ്റായിരുന്നു, ഇൻഡിഗോ. പിന്നെ മേളിൽ വന്നപ്പോഴത്തേക്കും അവരുടെ വാട്ടർ സെർവിങ്, ഫുഡ് സെർവിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ സാധാരണ ഫ്ലൈറ്റിൽ ഫുഡ് ചെയ്യാറില്ല. കൊച്ചി എത്തി. ശരിക്കും പറഞ്ഞാൽ കണ്ണ് തുറക്കുന്നതിന് മുന്നേ കൊച്ചിയിലെത്തി. വെള്ളം കുടിച്ചു, കാരണം നല്ല ചൂടുണ്ടായിരുന്നു, ഡീഹൈഡ്രേഷൻ. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. സമയം 10 മണിയായി. ബാഗൊക്കെ കിട്ടി. പുറത്ത് വന്നപ്പോൾ ഞാൻ അവിടുന്ന് ഇലക്ട്രിക് ബസ്സിന്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രാവൽ, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം. ഈ ട്രാവൽ ഒരിക്കലും മറക്കരുതെന്ന് വിചാരിച്ചാണ് ഞാനിത് ഡോക്യുമെൻറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബസ്സുണ്ട് അവിടുന്ന്. ഏത് സ്റ്റേഷനിലോട്ട്? ആലുവയിലേക്ക്. ആ ഇലക്ട്രിക് ബസ്സിലാണ് ആലുവ സ്റ്റേഷൻ വരെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ബസ്സിൻ്റെ ടിക്കറ്റ് പോലും എത്രയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് എടുത്തത്. നല്ല ബസ്സാണ് കേട്ടോ. വളരെ സ്മൂത്തായിട്ട് നമ്മൾ കാറിൽ പോകുന്ന പോലെ ലോ ഫ്ലോറായിട്ട് ബാറ്ററി ബസ്സാണ്. നല്ല കൂളാണ്. അങ്ങനെ ആലുവ മെട്രോയിലെത്തി. ഒരു മനുഷ്യൻ പോലുമില്ല. സമയം ഏകദേശം 11:30 ആയിട്ടുണ്ടാവും. എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാലിൽ ഹീൽസ് പറഞ്ഞുള്ള കാരണം അതിപ്പം ക്യൂറായി വരുന്നു. എസ്കലേറ്ററിൽ എല്ലാവരും എത്തിക്കറി ഞാൻ കയറാൻ ഇച്ചിരി ലേറ്റ് ആവും, കാരണം കാലിന് വലിയ വേദനയുള്ള കാരണം. ഇതാണ് ആലുവ മെട്രോ. ആലുവ മെട്രോയിൽ ടിക്കറ്റ് എടുത്തത് 50 രൂപയായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അവിടെ ചെന്ന് അധികം ക്യൂ ഒന്നും ഇല്ലായിരുന്ന കാരണം ഉടനെ തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടി. അവിടെ എന്തോ ഒന്ന് എഴുതി വെച്ചിരുന്നു. അത് ഞാനിങ്ങനെ
റെക്കോർഡ് ചെയ്തു. മലയാളത്തിൽ കണ്ട ലെറ്റേഴ്സ് ഫസ്റ്റ് കണ്ടപ്പോൾ ഇതാണ് ടിക്കറ്റ്, ഇവിടെ ഇങ്ങനെ സ്കാൻ ചെയ്താൽ ചെന്നൈ മെട്രോയിൽ പോലും കയറാത്ത ഞാൻ കൊച്ചി മെട്രോയിൽ കയറി. അങ്ങനെ ചെന്നൈ മെട്രോയിൽ ഒരു പ്രാവശ്യം ഞാൻ കയറിയിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവ്സ് ചെന്നൈയിൽ വന്നപ്പോൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി സെൻട്രൽ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ആക്ച്വലി ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ എനിക്ക് കുറേ ദൂരമായതുകൊണ്ട് ഞാൻ അങ്ങനെ ആ സ്ഥലത്തോട്ട് പോകേണ്ട ആവശ്യം എനിക്കില്ല. സോ അങ്ങനെ കൊച്ചിൻ മെട്രോ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഒരു 3 minutes ആയപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. ട്രെയിൻ കാണാൻ നല്ല ഭംഗിയുണ്ട്, നൈസായിട്ടുള്ളൊരു സ്കൈ ബ്ലൂ. അധികം തിരക്കൊന്നുമില്ല രാത്രിയായത് കാരണം 12 മണി രാത്രിയിലൊന്നും ആരും അങ്ങനെ അതും ഓണത്തിൻ്റെ തലേ ദിവസം ട്രാവൽ ചെയ്യത്തില്ലല്ലോ. എനിക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്നെ പിക്ക് ചെയ്യാൻ നാട്ടിൽ അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള ആരുമില്ല. ബിക്കോസ് എൻ്റെ അച്ഛൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി. പിന്നെ അമ്മയാണുള്ളത്. അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ടാണ് അമ്മയെ കാണാനായിട്ട് ഞാൻ ഇപ്പോൾ ഓണത്തിന് വന്നത്. ഒത്തിരിയും പെയിൻഫുള്ളായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നിത്. അങ്ങനെ ഞാൻ മെട്രോയിൽ കയറി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും ഞങ്ങൾ കയറിയിരുന്നു. നല്ല ഒരു ട്രാവലായിരുന്നു കേട്ടോ. മെട്രോ നന്നായിട്ടുണ്ട്, നീറ്റായിരുന്നു, ക്ലീനായിരുന്നു. അവിടെ മേളിൽ ഉണ്ടായിരുന്ന ആ ഹാൻഡിൽസൊക്കെ നല്ല ക്ലീനായിരുന്നു. ഇത് 60 രൂപ, സോറി ഞാൻ 50 രൂപ എന്ന് പറഞ്ഞു. 60 രൂപ 50 രൂപ എനിക്ക് ശരിക്കറിയില്ല. ഇതാണ് ട്രെയിനിൻ്റെ ടിക്കറ്റ്. അങ്ങനെ എറണാകുളത്ത് മെട്രോയിൽ ഇറങ്ങി. അവിടുന്ന് പിന്നെ വീണ്ടും കുറച്ച് നടന്ന് ഒരു ലിഫ്റ്റിൽ കയറി താഴോട്ടിറങ്ങി. വീണ്ടും ഒരു ലിഫ്റ്റ് കയറണം. നമ്മൾ താഴെ ഇറങ്ങി വന്നു. അവിടുന്ന് അതുകൊണ്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റി കേട്ടോ. പക്ഷെ ഞാനിതൊന്നും ഒരിക്കലും ജീവിതത്തിൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സോ ഇവിടുന്ന് വീണ്ടും നമ്മൾ ടിക്കറ്റ് തന്നെ സ്കാൻ ചെയ്താലേ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ. മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വരാനായിട്ട് വീണ്ടും ഒരു ലിഫ്റ്റ് കൂടെ കയറി നമ്മൾ താഴോട്ട് പോകണം. എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ കൂടെ ഇവിടെ ഞാൻ കുറേ ഫിലിം സ്റ്റാർസിൻ്റെ ഫോട്ടോസ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. പർപ്പസ് എന്താണെന്ന് മനസ്സിലായില്ല. യേശുദാസിൻ്റെ ഫോട്ടോ മാത്രം എനിക്ക് ഹാപ്പി ആയിട്ട് തോന്നി കണ്ടപ്പോൾ. സോ ഇതാണ് എറണാകുളം മെട്രോയുടെ വെളിയിലുള്ള ഒരു ഭാഗം. ഫുള്ള് ക്ലോസ്ഡ് ആണ്. സോ ഇവിടുന്ന് നമ്മൾ നടന്ന് വൈറ്റില ഹബ്ബിൽ വന്നു. വൈറ്റില ഹബ്ബിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഒരു ഓട്ടോയിൽ കയറി നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലോട്ട്. ആ 2 വീലറിൽ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ നോക്കുന്നു. എനിക്ക് കേരളത്തിൽ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എന്താണ് അവർ നോക്കുന്നതെങ്കിൽ ട്രെയിനിൽ കയറി സ്ലീപ്പർ ക്ലാസ്സിൽ തന്നെ കയറി. നൈറ്റാണ്. ട്രെയിനിൽ കുറേ കള്ളു കുടിച്ച ആൾക്കാർ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ വലിയൊരു പൂക്കളം കണ്ടു. അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചുറ്റിലും ഈ സാധനം എന്തോ ഒരു ടേപ്പ് പോലെ വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു ഓട്ടോ ആണ് ഞാൻ പിടിച്ചത്. ഓട്ടോ പിടിച്ച് ഞാൻ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് വന്ന് അവിടെ അടുത്ത് തന്നെയാണ്. സോ എൻ്റെ കൂടെ വന്നവർ ഇവിടെ ആക്കിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി. നാളെ രാവിലെ അവരുടെ വീട്ടിൽ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ട്. സോ ഇതായിരുന്നു ഞാൻ താമസിച്ച റൂം. ഞാനിങ്ങനെ പറഞ്ഞ് അത്ര ഹാപ്പിയൊന്നും ആയിരുന്നില്ല ഞാൻ. രാവിലെ ഞാൻ സ്ക്രീൻ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതായിരുന്നു വ്യൂ. നോർമൽ വ്യൂ. പിന്നെ പ്രത്യേകിച്ചൊന്നും എക്സൈറ്റഡ് ആയിട്ട് കേരളത്തിൽ നമുക്കവിടെ കാണാനുണ്ടായിരുന്നില്ല. സോ ഓപ്പോസിറ്റിലൊരു റിലയൻസ് സ്മാർട്ടിൻ്റെ ഷോപ്പുണ്ട്. ഞാൻ വെറുതെ അങ്ങോട്ട് ഒരു കപ്പ് കോഫിയും കുടിച്ച് നോക്കിയിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ 10:30. കാരണം റൂമിലെത്തിയപ്പോൾ ഏകദേശം 1 മണി 1:30 കഴിഞ്ഞു. പിന്നെ രാവിലെ എന്തെഴുന്നേക്കാനാണ്, ഞാൻ കുറേ നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് വെളിയിലോട്ട് നോക്കി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നു. നമ്മുടെ പണ്ടത്തെ ഓണം, പണ്ടത്തെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ആൾക്കാർ റിലേഷൻഷിപ്പിനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. റിലേഷൻഷിപ്പ് മീൻസ് സഹോദരി, സഹോദരൻ, അമ്മ, അച്ഛൻ, അതൊന്നും ഇപ്പം ഇല്ലല്ലേ. ഇപ്പം എല്ലാം കാശിൻ്റെ പുറത്താണ്. ആർക്കും ആരുടെയും കാശ് നമുക്ക് വേണ്ട. പക്ഷേ ഞാൻ ഈ ഒരു കൊച്ചു ഫാമിലി, അവർ കേരള സാരിയൊക്കെ ഉടുത്ത് അവിടെ നിൽക്കുന്നു. 2 ടീൻസുണ്ട് അവരുടെ കൂട്ടത്തിൽ. ഒരാളെ അച്ഛൻ്റെ അടുത്താക്കി, ഒരാളെയും കൊണ്ട് അമ്മ ആ കടയ്ക്കകത്ത് കയറിപ്പോയി എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട്. ട്വിൻസ് ശരിക്കും നല്ലൊരു കാര്യമാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടിന് ട്വിൻസ് ഉണ്ട്. അവരത് വെച്ച് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ എനിവേ നമ്മളും എന്താ പറയുക, ഓരോരുത്തർക്കും അവരവരുടെ ഫാമിലി മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും അങ്ങനെയൊന്നുമല്ല കേട്ടോ. ചിലരങ്ങനെയാണ്. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. മക്കളോട് പോലും കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലാത്ത പേരൻസിനെ ലിറ്ററലി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി. സോ അങ്ങനെ
അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് റെഡിയായി. ഹോട്ടലിൽ തന്നെ ഓണസദ്യ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു ഫംഗ്ഷൻ. അത് അറ്റൻഡ് ചെയ്തു. അവരെന്നെ വെൽക്കം ചെയ്തു. ഞാനവിടെ അവർ പൂക്കളം ഇട്ടിരിക്കുന്നത് കണ്ടു. നല്ല ഭംഗിയുടെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഓണപ്പൂക്കളം നീറ്റായിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിലുള്ള ആൾക്കാർ വളരെ വെൽക്കമിങ്ങും വളരെ സ്നേഹത്തോടെ തന്നെ ഒരു വീട്ടിലെത്തിയ പോലെ ഫീലിങ്സ് ഉണ്ടായിരുന്നു. നല്ല താങ്ക് യു ജിതിൻ ഫോർ എവറിത്തിങ്, ഫോർ ദ സേഫ് സ്റ്റേ ആൻഡ് വാം വെൽക്കമിങ്. അങ്ങനെ ഓണസദ്യ എല്ലാ വിഭവങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്ന കിച്ചടി, പച്ചടി, ഓലൻ, അവിയൽ, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ക്യാബേജ് തോരൻ മാത്രം എന്താണ് വെള്ള കളറിലിരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ കണ്ടിട്ടില്ല വെള്ള കളർ. ഒരു പപ്പടം. സോ ഇത് തന്നെ എനിക്ക് ഓവറാണ്, കാരണം ഞാൻ മീൽസ് കഴിക്കാത്ത ഒരാളാണ്. എന്നിട്ടും നമ്മൾ ഓണമായതുകൊണ്ടൊരു വിശ്വാസമുണ്ടല്ലോ, ഓണത്തിൻ്റെ അന്ന് നമ്മൾ ഫുഡ് കഴിക്കുന്ന, നമ്മൾ എന്താണോ അന്ന് നടക്കുന്ന അല്ലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ആധാരിക്കും നമ്മുടെ ആ വർഷത്തെ പ്രോസ്പെരിറ്റി എന്നൊക്കെ വീട്ടിൽ അമ്മൂമ്മ അപ്പൂപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓണത്തിൻ്റെ അന്ന് ഊണ് കഴിഞ്ഞ് തെങ്ങൻ തൈ നടും എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. അത് നിറയെ കായ്ക്കും. സോ അതുകൊണ്ട് ഞാനത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. വളരെ കുറച്ച് ചോറ് മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ, കാരണം എനിക്ക് റൈസ് കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ നൊസ്റ്റാൾജിയ, എനിക്കതെല്ലാം വേണമായിരുന്നു. റൈസ് ഇട്ടു. അത് കഴിഞ്ഞ് അവർ പരിപ്പും നെയ്യും ഒഴിച്ചു തന്നു. പരിപ്പും നെയ്യും സാധാരണ നമ്മൾ സദ്യയിൽ കാണുന്ന പോലെ തന്നെ. പപ്പടമൊക്കെ വെച്ചു. ഞാൻ കഴിച്ചു. കഴിക്കുമ്പം എനിക്ക് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഒരുപാട് ഓർമ്മകൾ എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ പഴയ ഓണം, എൻ്റെ കുട്ടിക്കാലത്തെ ഓണം. കേരളത്തിൽ വന്നിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ താമസിച്ച് ഫുഡ് കഴിച്ചിട്ട് അമ്മയെ കാണാൻ പോവുക, അത് കുറച്ച് പെയിൻഫുള്ളായിരുന്നു എനിക്ക്. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസമുള്ളത് കൊണ്ട് ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് സാമ്പാർ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, സാധാരണ സാമ്പാർ പോലെയല്ല. പിന്നെ പുളിശ്ശേരി, എല്ലാ കറികളും വാങ്ങിച്ച് കഴിച്ചു. ലാസ്റ്റ് പാലടയും മറ്റേ അടപ്രഥമനും വന്നു. സോ അത് രണ്ടും ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചു. പാലട കുറച്ച് കഴിച്ചപ്പോൾ എനിക്ക് മതിയായി, അത് മാറ്റി വെച്ച് അടപ്രഥമൻ വാങ്ങിച്ചു. വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വാങ്ങിച്ച് ഞാൻ, പക്ഷേ കഴിച്ചില്ല. ജസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ, ടേസ്റ്റൊക്കെ നോക്കി എല്ലാം മടക്കി വെച്ച് ഞാൻ വെളിയിൽ വന്നു. റിസപ്ഷനിൽ ഇവരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ. അവരും അവിടെ വന്ന് എനിക്ക് കമ്പനി തരാൻ വേണ്ടി കഴിച്ചു. താങ്ക്സ് സോ മച്ച്. സോ റിസപ്ഷനിൽ ഞാൻ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അമ്മയെ കാണാൻ പോകാൻ വേണ്ടി. സോ പോകുന്ന വഴി മൊത്തം നമ്മൾ ചെയ്തത് നമ്മൾക്ക് ഓർമ്മ വരും. അത് കണക്ക് പറയുന്നതല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവർക്ക് സ്നേഹത്തോടെ ചെയ്ത കാര്യങ്ങൾ നമ്മൾക്ക് ഓർമ്മ വരുമല്ലേ. നമ്മളുടെ മെമ്മറീസ് അതിനെ കണക്ട് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. സോ അവർക്കതൊന്നും ഓർമ്മയില്ല, പക്ഷേ നമ്മൾ സ്നേഹത്തോടെ ചെയ്താൽ നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ സ്നേഹത്തോടെ വാങ്ങിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്, അവർക്ക് ഓർമ്മയില്ല. ദൈവം അവരോട് ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇതാണ് അമ്മ. ഒത്തിരി വേദനയോടെ ഞാൻ അമ്മയെ കണ്ടതൊന്നും വീഡിയോ എടുത്തില്ല, എനിക്ക് അതിനുള്ള മനസ്സ് വന്നില്ല, അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഫോട്ടോ എടുത്തതും ഞാൻ അവസാനം അമ്മയുടെ യാത്ര പറഞ്ഞ് തിരിച്ച് പോന്നപ്പോഴാണ്. തിരിച്ച് ചെന്നൈക്കുള്ള ഫ്ലൈറ്റിൽ നെക്സ്റ്റ് ഡേ ഈവനിങ് ഞാൻ വന്നു. ഇവിടുന്ന് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ പോയാണ്, മറ്റേ ഫ്ലൈറ്റിലോട്ട് പോകുന്ന ബസ്സിൽ കയറി, ചെന്നൈ ഫ്ലൈറ്റിൽ കയറി ചെന്നൈയിൽ വന്നു. അങ്ങനെ ഈ പ്രാവശ്യം 2024 ഓണം വളരെ പെയിൻഫുള്ളും ഒരു ബിഗ് ലെസണുമായിരുന്നു എനിക്ക്. ആൾക്കാർ ക്രൂവലാവുന്നതും ആർക്കും ഒരു സഹായവും ചെയ്യാത്തതും മറ്റുള്ളവർ കാരണമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരു ഹെൽപ്പും ആർക്കും ചെയ്യില്ല എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ഓരോരുത്തരും മാറുന്നത് അവരുടെ എക്സ്പീരിയൻസ് കാരണമാണെന്ന് തോന്നുന്നു.